ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു സ്വീറ്റ് ബോക്സ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ സീസറൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ നെയിൽ കട്ടറിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഈ കാണുന്ന സ്വീറ്റ്സ് എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ളൊരു സ്വീറ്റ്സാണ്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ കഴിച്ച ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ ഇതിലുണ്ടായിരുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ്. അതായത് ബദാം ഉണ്ടായിരുന്നു, വാൾനട്ട് ഉണ്ടായിരുന്നു, കാഷ്യൂ ഉണ്ടായിരുന്നു, പിന്നെയും കുറച്ച് എന്തൊക്കെയോ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് അതിലുണ്ടായിരുന്നു, മിക്സ്ഡ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്ന ഒരു ബോക്സിൽ സ്പൈസി ആയിട്ടുള്ള കാഡ്ബറീസ്. ഇത് ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ മിക്സ്ചർ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പൊട്ടിച്ചൊന്നുമില്ല, ടേസ്റ്റൊന്നും നോക്കാൻ നിന്നില്ല, നമ്മളിന്നും കഴിക്കുന്ന സാധനമല്ലേ. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്ന ഒന്നാണ് ഈ കാണുന്ന കപ്പലണ്ടി മിഠായി. ഇതിൽ കപ്പലണ്ടി മാത്രമല്ല, വേറെയും കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതാണ് ഈ കാണുന്ന സാമ്പ്രാണി. ഇത് ഇപ്പം നമ്മൾ ഡെയിലി ഹോസ്റ്റലിൽ കത്തിച്ച് വെക്കാറുണ്ട്. നല്ലൊരു മണമാണ്, നല്ലൊരു മണം, നല്ലൊരു റിഫ്രഷായിട്ട് തോന്നുന്നൊരു മണമാണ്. പിന്നെ ഈ കാണുന്ന ഉണ്ടായിരുന്ന സ്വീറ്റ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും നന്നായിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ഫ്ലോപ്പായിരുന്നു. എല്ലാത്തിൻ്റെയും കുറച്ചെടുത്ത് വായിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏത് ടേസ്റ്റും എനിക്കിഷ്ടമായില്ല പേഴ്സണലി. പിന്നെ ഇപ്പോഴും ആ സ്വീറ്റ് അങ്ങനെ ഉണ്ട് കേട്ടോ, ആരും കഴിച്ചിട്ടില്ല. എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ അതിന് ശേഷം ഇതൊക്കെ കിട്ടിയിട്ടും വയറ് നിറയാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ച് ആ വിശപ്പ് തീർക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, ബൈ.